വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആഴ്ചകളിൽ നമുക്കുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ, കുഞ്ഞിൻ്റെ വലിപ്പം, കുഞ്ഞിനുണ്ടാകുന്ന മറ്റുള്ള ഡെവലപ്മെൻറ്റ്സ്, നമ്മുടെ ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞുള്ള സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ടൈമാണ്. അതായത് ഓവുലേഷൻ കഴിഞ്ഞ് 6 മുതൽ 12 ദിവസത്തിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ 12 ദിവസത്തിനകത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും ഈ സമയം നമ്മുടെ ഇംപ്ലാന്റേഷൻ ടൈമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഭ്രൂണം നമ്മുടെ യൂട്രസിൻ്റെ പാളിയിൽ ഒട്ടിപ്പിടിക്കുന്ന സമയം കൂടിയാണത്. അതുപോലെ തന്നെ യോഗ് സാക്ക്, അമ്നിയോട്ടിക് സാക്ക് എന്നിവ ഈ ടൈമിൽ ഫോം ആവും. പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ വൈറ്റൽ റോള് വഹിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കുഞ്ഞിന് അപ്പോൾ നമുക്ക് ഫോളിക് ആസിഡൊക്കെ ആ സമയത്ത് കൺസ്യൂം ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ഇനി ആ ടൈമിലുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പ്രഗ്നൻസി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്നും റിലീസാകുന്നത് ആ ഒരു സമയത്താണ്. അതുകൊണ്ട് നമ്മുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരിക്കും അത്. കാരണം നോർമലി പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ പല കാര്യങ്ങളും പ്രഗ്നൻസി ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ വഴി കുറച്ചൊന്ന് മന്ദീഭവിച്ച് പോവാറുണ്ട്. നമ്മുടെ ബോഡി അതുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ആ ഒരു സമയത്ത് ചെയ്യുന്നത്. പലർക്കും ആ ഒരു സമയത്ത് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് കണ്ടു തുടങ്ങാറുണ്ട്. അതായത് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ക്രാമ്പിംഗ് ആയിട്ടുണ്ടാകാം, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ടുണ്ടാകാം, ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ആയിട്ടുണ്ടാകാം, മൂഡ് സ്വിങ്സ് ഉണ്ടാകാം. അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാം. നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ബ്രസ്റ്റ് പെയിൻ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും, മൂഡ് സ്വിങ്സും, അതുപോലെ ബ്രസ്റ്റ് പെയിനും, അതുപോലെ ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ്ങും എല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ആ സമയത്ത് അനുഭവപ്പെടുന്ന ഹോർമോണൽ ഇംബാലൻസസും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസും നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, അതിന് ഇംപ്ലാന്റേഷൻ സമയത്തൊക്കെ ചേച്ചി വയറ് വീർത്തതായിട്ട് തോന്നുന്നു, ഞാനിനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ എന്ന്. നമുക്ക് ഭയങ്കര ഫ്ലാറ്റായിട്ട് സ്റ്റൊമക്ക് ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ആ ഒരു വയറ് വീർത്ത് വരുന്നത് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. പക്ഷേ കുഞ്ഞിന് ഒട്ടും തന്നെ ആ ഒരു സമയത്ത് ഗ്രോത്ത് ആയിട്ടില്ല. ഇനി നിങ്ങൾക്ക് വയറ് വീർത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് നിങ്ങൾക്ക് വയറ് വീർത്തതായിട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെല്ലാമാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ് ആ ഒരു 2 ആഴ്ച, അതായത് ഇംപ്ലാന്റേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, മീറ്റ്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ്, ഫ്രൂട്ട്സ്, അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും. എന്ത് കഴിച്ചു കഴിഞ്ഞാലും ആ കഴിക്കുന്ന വസ്തു നമ്മുടെ ശരീരത്തിലായിട്ട് ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും ബെനഫിറ്റ്സ് തരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതോ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുന്നതോ ഒന്നും ആ സമയത്ത് ചെയ്യുന്നതൊട്ടും നല്ലതല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടുന്നതൊന്നും, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്നതായിട്ടുള്ള ഒന്നും തന്നെ ആ ഒരു സമയത്ത് ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടില്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്ന ഒന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, ധാരാളം പച്ചക്കറികളും, ധാരാളം പഴവർഗ്ഗങ്ങളും, ധാരാളം വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുടക്കത്തിലേ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കോഫി പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക. ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ചിലരിൽ കാരണമാകും. അതുകൊണ്ടാണ് ഇംപ്ലാന്റേഷൻ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായി ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 3-ാമത്തെ ആഴ്ച നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംബ്രിയോ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ആകാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. കുഞ്ഞിൻ്റെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, ബാക്ക് ബോൺ ഒക്കെ ഈ ടൈമിൽ ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങും. കൂടാതെ കുഞ്ഞിൻ്റെ ഹാർട്ട്, സർക്കുലേറ്ററി സിസ്റ്റം, ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ സമയത്താണ് നടക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 3-ാമത്തെ ആഴ്ചയും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ചയുമായിരിക്കും ഉണ്ടാവുന്നത്. ബേബിയുടെ സൈസ് എന്ന് പറയുന്നത് ഈ സമയത്ത് വളരെ ചെറുതായിരിക്കും. അതായത് ജസ്റ്റ് ഒരു ഓറഞ്ച് സീഡിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ കുഞ്ഞിൻ്റെ സൈസ്. 99% സ്ത്രീകളിലും പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടുന്നത് ഈ ഒരു സമയത്തായിരിക്കും. പിന്നെ ഇതിലെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് പെയിൻ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മോർണിംഗ് സിക്നെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. മോർണിംഗ് സിക്നെസ് മോർണിംഗിൽ നിന്ന് മാറി എല്ലാ ദിവസവും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ ടയേർഡ്നെസ് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അതുപോലെ നിങ്ങളുടെ
വൃക്ക കൂടുതൽ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മുടെ കിഡ്നി കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു സമയമായിട്ട് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ സ്റ്റൊമക്ക് പെയിൻ ചിലർക്ക് അനുഭവപ്പെടാം, ചിലർക്ക് ഇംപ്ലാന്റേഷൻ്റെ പെയിൻ അനുഭവപ്പെടാം. മറ്റു ചിലർക്കെന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് നമ്മുടെ വയറിന് മാറ്റങ്ങൾ വരികയാണല്ലോ, മാറ്റങ്ങൾ വരിക എന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് ഭയങ്കരമായിട്ട് വയറ് ഒട്ടി നിൽക്കുന്ന സ്ത്രീകൾക്കൊക്കെ അതിങ്ങനെ എക്സ്പാൻഡ് ആവണമല്ലോ, ഇത്തിരി ഒരു എക്സ്പാൻഷൻ ആ വയറിന്, ആ യൂട്രസിന് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വയറിൽ പെയിൻ അനുഭവപ്പെടാം. പിന്നെ നമുക്ക് ബെല്ലി സൈസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ഓറഞ്ച് സൈഡിൻ്റെ അത്രയുള്ള ബെല്ലി സൈസ് ഒരു കുഞ്ഞിനെ എന്ത് മാറ്റം നമുക്ക് ശരീരത്തിൽ ആ സമയത്തൊന്നും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും. പ്രോട്ടീൻ റിച്ചുള്ള ഫുഡ് എന്ന് പറയുമ്പോഴേക്കും ചെറുപയർ കഴിക്കുന്നത് നല്ലതായിരിക്കും, കപ്പലണ്ടി കഴിക്കുന്നത് നല്ലതായിരിക്കും, എഗ് വൈറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും, പാല് കുടിക്കുന്നത് നല്ലതായിരിക്കും, കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, നല്ല നല്ല വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ കിഡ്നിയുടെ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആ സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ചിലവരിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല രീതിയിൽ കിടന്നുറങ്ങാനായിട്ട് കൃത്യമായിട്ടുള്ള ഉറക്കം ഉറപ്പുവരുത്തുക. പിന്നെ യോഗാസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ചെറിയ മൈൽഡായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഹെവി എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആ ഒരു സമയത്താണ്. നമ്മൾ ഇംപ്ലാന്റേഷൻ സമയത്ത് ഒരിക്കലും ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്യരുത്. പിന്നെ നമുക്ക് പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റമിൻസ് ഒക്കെ എടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബോഡി കെയർ ചെയ്യുക. പിന്നെ ഇൻ്റർകോഴ്സ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ പാടില്ല. ആദ്യത്തെ 3 മാസം ഫുള്ളായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യാതെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ 3ാമത്തെ ആഴ്ച സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.